ബാല്യകാലത്ത് ഒരുപോലും സുഹൃത്തുക്കളില്ലാതെ ക്ലാസ്സിൽ പലപ്പോഴും സഹപാഠികളുടെ പരിഹാസവും പീഡനവും സഹിക്കേണ്ടി വന്ന ഒരു ചെറിയ ബാലൻ. ഇന്ന് ആ ബാലൻ ലോകത്തിലെ ഏറ്റവും സമ്പന്നനും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായി മാറിയിരിക്കുന്നു. അതെ, ഇത് എലോൺ മസ്ക് എന്ന മനുഷ്യന്റെ പ്രചോദനകരമായ ജീവിതകഥയാണ്. പക്ഷേ അതിനു മുൻപ് നമുക്ക് കാണാം സ്വപ്നങ്ങളോടെ ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനായ എലോണിന്റെ തുടക്കം. എലോൺ മസ്ക് ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയ എന്ന നഗരത്തിൽ ജനിച്ചു. അവന് സുഹൃത്തുക്കളില്ലായിരുന്നു, പക്ഷേ ഒരു ലോകമുണ്ടായിരുന്നു. പുസ്തകങ്ങളിലും അവന്റെ ചിന്തകളിലും. ആകാശം, റോക്കറ്റുകൾ, ഭാവി. അവൻ ഇതിനകം ആ ലോകത്ത് ജീവിച്ചിരുന്നു. ഒരു ദിവസം അവനൊരു ചിന്തയിൽ കുടുങ്ങി. കളി കളിക്കാനല്ല, ഒരു കളി ഉണ്ടാക്കാമല്ലോ. പുസ്തകം തുറന്ന് കോഡിംഗ് പഠിക്കാൻ തുടങ്ങി. സഹായിക്കാൻ ആരുമില്ല. പിഴവ്, പിഴവ്, വീണ്ടും പിഴവ്. എല്ലാം തകരുന്നു. പക്ഷേ അവൻ നിർത്തിയില്ല. ഒരു ചെറിയ ബിന്ദു സ്ക്രീനിൽ നീങ്ങിയപ്പോൾ അവൻ ചിരിച്ചു. അവൻ ധീരെ ധീരെ ഒരു കളി നിർമ്മിച്ചു. ആ കളിയുടെ പേര് ബ്ലാസ്റ്റർ. ഒരു ലളിതമായ കളി. ഒരു ബഹിരാകാശ കപ്പൽ വൈരികളെ തകർത്ത് മുന്നോട്ടു പോകണം. ഇന്ന് നോക്കുമ്പോൾ അത് വളരെ ചെറിയതായിരിക്കും തോന്നുക. പക്ഷേ അതിന് പിന്നിൽ ഒരു 12 വയസ്സുകാരന്റെ ഉറക്കമില്ലാത്ത രാത്രികളുണ്ടായിരുന്നു. അവൻ ആ കളി വിറ്റു. $500. സുഹൃത്തുക്കൾ പറഞ്ഞു, ഇത് നിർത്തൂ. ആ രാത്രി അവൻ ഒറ്റയ്ക്കിരുന്നു. ഒരു ചോദ്യം മാത്രം, നിർത്തണോ? അവൻ തല ഉയർത്തി. ഇത്ര ദൂരം എത്തി, ഞാൻ ഇനി നിർത്തില്ല. 4ാമത്തെ ശ്രമം. നല്ല വിശ്വാസത്തിലായിരുന്നു. 3, 2, 1. റോക്കറ്റ് ആകാശത്തിലേക്ക് ഉയർന്നു. ആ നിമിഷം ചരിത്രം മാറി. അതിനുശേഷം സ്പേസ് ടെക്നോളജി എല്ലാം മാറി. ഒരു റോക്കറ്റ് മാത്രം ഉയർന്നതല്ല, ഒരു പുതിയ കാലം ആരംഭിച്ചു. അതുകൊണ്ടാണ് ആദ്യ വിജയം സാധാരണ വിജയമല്ല. പക്ഷെ പോരാട്ടം ഇവിടെ അവസാനിച്ചില്ല. മറ്റൊരു സ്വപ്നം, വൈദ്യുത കാറുകൾ. ഇത് നടക്കില്ല, ആർക്കും വേണ്ട, പരാജയമാകും. എല്ലാം കേട്ടിട്ടും അവൻ അവസാനത്തോളം നിക്ഷേപിച്ചു. വിജയം അല്ലെങ്കിൽ എല്ലാം നഷ്ടം. ഭാവി ഇതിനകം തുടങ്ങി. ഇപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഒരു ബിന്ദു നീങ്ങിയപ്പോൾ സന്തോഷിച്ച ആ കുട്ടി, $500 തുടങ്ങിയ ആ സ്വപ്നം ഇന്ന് ലോകത്തെ മാറ്റുന്നു. അവന്റെ പേര് ഇലോൺ മസ്ക്. പക്ഷേ ഇത് അവന്റെ കഥ മാത്രമല്ല, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ലോകം നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ നീ തന്നെയോ വിശ്വസിക്കുന്നത്? കാരണം ഒരു അവഗണിക്കപ്പെട്ട കുട്ടി, ഒരു ഒറ്റപ്പെട്ട മനസ്സ്, ഒരു പരാജയം ചരിത്രം മാറ്റിയെങ്കിൽ നീ എവിടെ നിർത്താൻ പോകുന്നു? അല്ല, നീ തുടങ്ങിയോ?